ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഇരുമ്പുഴിയിലെ ലെറ്റോഫ എന്ന് പറയുന്ന അടിപൊളി റിസോർട്ടിലേക്കാണ്. ഞങ്ങൾ യൂട്യൂബേഴ്സ് എല്ലാവരും ഒരുമിച്ച് കൂടിയ അടിപൊളി ഇഫ്താർ മീറ്റാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ വിശേഷങ്ങളൊക്കെ കണ്ടാലോ? എന്നാൽ പോരും. അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ. ഫസ്റ്റ് ഞാൻ പോയത് തന്നെ സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ അടുത്ത് കാണുന്നതാണ് നമുക്ക് ഇഫ്താറിന് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ടർഫിനാണ്. അപ്പോൾ നിങ്ങൾക്ക് പൂളും കൂടി ഒന്ന് കാണിച്ചു തന്നാലോ? അപ്പോൾ ഇതാണ് കേട്ടോ, നല്ല കുട്ടികൾക്കൊക്കെ നീന്താനും വലിയവർക്കൊക്കെ നീന്താനൊക്കെ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു പൂളും കാര്യങ്ങളും തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ചുറ്റും ഇതായിട്ട് നമ്മൾ എന്താ പറയുക, വെച്ച് പിടിപ്പിച്ച വെജിറ്റബിൾസ്, അതുപോലെ തെങ്ങ്, ഫ്രൂട്ട്സ്, പച്ചക്കറികൾ, അങ്ങനത്തെ രീതികളിലായിട്ടുള്ളതുണ്ട്. പാർക്കിംഗ് ഏരിയ ആയിട്ടുള്ളത്, കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ അടിപൊളി ഏരിയയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. ഇവിടെ നമുക്ക് ഇഫ്താർ മീറ്റ് മാത്രമൊന്നുമല്ല, കുടുംബങ്ങൾക്ക് കൂട്ടത്തോടെ ഫ്രണ്ട്സുകളുടെ കൂടെയും നമുക്ക് ഇതുപോലെ തന്നെ നമ്മളെ ഈ മോം ടു ബി, അതുപോലെ ബർത്ത്ഡേ പാർട്ടി, അങ്ങനെ പല ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നതൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ട് നടത്താവുന്നതാണ് കേട്ടോ. അപ്പോൾ എവിടെ കയറി ചെല്ലുകയാണെങ്കിലും പൂച്ചക്കുഞ്ഞ് ഉണ്ടാകുന്നത് പോലെ തന്നെ നമ്മൾ റിസോർട്ടിൽ ചെന്നപ്പോൾ അവിടെയും ഒരു പൂച്ചക്കുഞ്ഞിനെ കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു വീടിൻ്റെ ഉള്ളിലേക്ക്, റിസോർട്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെന്നപ്പോൾ നല്ല അടിപൊളി സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമ്മളൊരു വീടിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്നാൽ എന്താവും അവസ്ഥ, സെയിം അതേപോലെ തന്നെ നമ്മൾ ഫ്രണ്ട്സുള്ള വീട്ടിലൊക്കെ കയറി ചെന്നൊരു ഫീലിംഗ് ആയിട്ട് പെട്ടെന്ന് അനുഭവപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇവിടെ താഴെയുള്ളത് ഒരു റൂമാണ്, വലിയൊരു ഹാളും പിന്നെ ഒരു കിച്ചണും മാത്രം തന്നെയാണ്. മുകളിലോട്ടാണ് റൂമും കാര്യങ്ങളൊക്കെ. അപ്പോൾ നല്ല സെറ്റപ്പും കാര്യങ്ങളും, നല്ല അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ ബാനുമാണ് നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ കുക്കിംഗ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് കഴിക്കാനുള്ള ഫ്രൂട്ട്സ് കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മളെ എല്ലാം റെഡിയാണ് കേട്ടോ. ഒക്കെ കട്ടാക്കാനും ചെയ്യാനും പിടിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ തൈരിക്കുള്ള കക്കരിക്കും വയ്യുള്ളി കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ നോമ്പൊക്കെ നോക്കിയിട്ട് ആകെ ക്ഷീണത്തിലായതുകൊണ്ട് തന്നെ കരിച്ചക്കൻ്റെ തോലൊക്കെ ചെത്തുന്ന സമയത്ത് കുറച്ച് ഓവറായിട്ടൊക്കെ തോല് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തിനു പറയണേ, ഒരുപാട് മുറിച്ച് തായപ്പോഴൊക്കെ നല്ലോണം ചെത്തിയിട്ട് പോവുകയാണേ. നമുക്ക് മുറിക്കുമ്പോൾ കുറച്ച് ഓവറായിട്ട് പോവുകയാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ ഇതാ സമൂസയാണ്. ഒന്നും നോക്കിയില്ല, നോമ്പിന് പിന്നെ സമൂസ അല്ലെങ്കിൽ നമ്മളെ നോമ്പ് ശരിയാവില്ല എന്നുള്ളിടത്തോളാണ് അല്ലേ. എന്താ പറയുക, വെള്ളിയാഴ്ച ഇറച്ചില്ലെങ്കിൽ ദീൻ ഇസ്ലാമെന്ന് പുറത്താണ് പറഞ്ഞ പോലെ സമൂസ അല്ലാതെ എന്ത് നോമ്പാണല്ലേ. എന്തിന് പറയുന്നത്, സമൂസൻ്റെ ഓലൊക്കെ നമ്മൾ വടക്കിട്ട് ആകെ പണിയാക്കി ഇതിമേൽ കുറേ നേരം ഇരുന്നിട്ടോ. പിന്നെ ഇതൊക്കെ ഒരു തലക്കുന്ന് പൊട്ടിയതൊക്കെ ഒരു തലക്കുന്ന് എടുത്ത് ഒട്ടിക്കലും ചെയ്യലും പിടിക്കലൊക്കെ ആയിട്ട് പിന്നെ ഞാനും കേരളം കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ കുറച്ച് ഫാസ്റ്റാക്കി ഉണ്ടാക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ അതിലേക്കുള്ള മസാലയും കാര്യങ്ങളൊക്കെ എന്തായാലും വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണ്. എണ്ണയിൽ ഇതാ പൊരിന്ന് നല്ല പൊക്കവട ഇതാ ചൂടായി കൊണ്ടിരിക്കുന്നു, അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അതേപോലെ തന്നെ നമ്മളെ പൊക്കവടൻ്റെ കുറച്ചും കൂടി മാവുണ്ടിട്ട് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. മുന്തിരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ പൈനാപ്പിൾ ഒരു വക ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരു വക നമ്മളിതാ ജ്യൂസ് അരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സമൂസയൊക്കെ ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, പാമ്പ് പുറത്തേക്ക് തലട്ടേണ്ട് നോക്കണത് പോലെ ഉള്ളിലെ മസാലകളൊക്കെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ എന്തിനു പറയുന്നു, ഒക്കെ റെഡി ആയി കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ ഷിബിലിയ മുന്നിൽ വരുന്നു, സോനതാ ബാക്കിൽ വരുന്നു. അതിൻ്റെ ബാക്കിൽ ഇതാ നമ്മളെ ഹന്ന പീപ്പിൻ്റെ ഉമ്മ വരുന്നുണ്ട്. അങ്ങനെ എന്തായാലും ഞങ്ങൾ സാധനങ്ങളൊക്കെ അവിടെ റെഡിയാക്കി നമ്മൾ ബാങ്കൊക്കെ കൊടുത്ത് നമ്മൾ നോമ്പ് തുറന്നുകൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും പാടം കിട്ടിയിരുന്നാൽ വീഡിയോ എടുക്കാൻ ആരും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഞാൻ എല്ലാവരും ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് നമ്മൾ ഈത്തപ്പഴം കാര്യങ്ങൾ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം എണീറ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നിട്ടോ. കാരണം ഇതൊക്കെ ആ ഒരു സ്പോട്ടിൽ കിട്ടുന്ന കാര്യങ്ങളല്ലേ, ഇതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ കാര്യമായിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഇതില്ലാതെ പിന്നെ എന്തില്ലേ. അപ്പോൾ എന്തായാലും വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശം ഒക്കെ എടുത്ത് സെറ്റായി നോമ്പൊക്കെ തുറന്ന് നമുക്ക് 2 ഐറ്റം പൊരിക്കടി ഉണ്ടായിരുന്നു, ജ്യൂസ് ഉണ്ടായിരുന്നു, വെള്ളം ഉണ്ടായിരുന്നു, ഇത്തപ്പഴം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഇതാ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഇടാൻ മറന്നിരുന്നു കേട്ടോ. പിന്നെ അത് മാത്രമൊന്നുമല്ല, പാട്ടും പെയ്ത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പാട്ട് കൂടി കേട്ട് നോക്കിയാലോ. അത് മാത്രമൊന്നുമല്ല കേട്ടോ, ഇവിടെ വേറൊരു പരിപാടി എന്ന് വെച്ചാൽ നറുക്കിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു പരിപാടി കണ്ടിരുന്നു. അപ്പോൾ അതിൽ നമ്മുടെ മലബാർ ചങ്ക ഗിഫ്റ്റ് നേടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഇത്രയും ഫുഡും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയത് നമ്മൾ ബാനു ആയതുകൊണ്ട് ബാനുവിനുള്ള പൊന്നാട് അണിയിക്കലും അതുപോലെ ഒരു 500 രൂപ കൈക്കൽ കൊടുക്കലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വിട്ടില ഓളെക്കൊണ്ടും ഒരു പാട്ടൊക്കെ പാടിച്ചു. പിന്നെ അത് മാത്രമല്ല കേട്ടോ, പാടാനും ആടാനും ഡാൻസ് കളിക്കാനും റീൽസ് എടുക്കാനും വ്ലോഗ് ചെയ്യാനും നമ്മുടെ ഫ്രണ്ട്സുകളുടെ കൂടെയും ഫാമിലിയുടെ കൂടെയും നമുക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനും ഒരുപാട് പ്രോഗ്രാംസുകൾ നടത്താനും ഒക്കെ പറ്റിയ നല്ല അടിപൊളി ഒരു ഏരിയ കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ടൊരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഇനി നിങ്ങൾ മറക്കേണ്ട നമ്മളെ മഞ്ചേരി ഇരുമ്പുഴിയിലെ ലെത്തോഫ എന്ന് പറയുന്ന അടിപൊളി കിടിലൻ റിസോർട്ടിലേക്ക് നിങ്ങളെല്ലാവരും ഹാർദവമായിട്ട് ക്ഷണിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും സംശയം നിങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക.
കഴിക്കുക. അപ്പോൾ ഇതുപോലെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാ മുത്തുമണികൾക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്.